my dear students. I am Mahima teacher. Welcome to Mahima teacher physics classroom Inspect Naturing. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ക്ലാസ് 12 and points are the electric field, units and its dimension, electric field due to a point charge, electric field due to a system of charges, and then problems. അപ്പോൾ നല്ല കുട്ടികളായിട്ടിരിക്കുക. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ നല്ലൊരു കൺസെപ്റ്റാണ്. അപ്പോൾ അത് ആ ഒരു ടേം ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ള കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സയൻറ്റിസ്റ്റാണ് ആര്? മൈക്കിൾ ഫാരഡേ. അപ്പോൾ ഇതിന് മുൻപത്തെ ക്ലാസ് നിങ്ങൾ കണ്ടിരുന്നു എന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഇതിന് മുൻപത്തെ വീഡിയോസ് നിങ്ങൾ കാണേണ്ടതാണ്. ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പിന്നെ അതിനകത്ത് ഒരുപാട് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കാണുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് ഈ ഒരു സെക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് എന്താ ശരിക്കും ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു ഇരിക്കുകയാണെങ്കിൽ അതിന് ചുറ്റുമുള്ള ഒരു സ്പേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അതിൻ്റെ പ്രസൻസ് അറിയുന്ന അതിന് ചുറ്റുമുള്ള സ്പേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ശരിക്കും? ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഒരു ചാർജ് ഇരിക്കുന്നുണ്ടാവും. ആ ചാർജിന്റെ പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ചാർജ് കൊണ്ടുവരുവാണെങ്കിൽ കുളൂംസ്, അക്കോർഡിംഗ് ടു കുളൂംസ് ലോ, the forces between two charges is equal to എന്താണെന്നറിയാം അല്ലേ? ആ ഫോഴ്സിന്റെ നാച്ചർ അറിയാം. രണ്ട് ലൈക്ക് ചാർജസ് ആണെങ്കിൽ, രണ്ട് ചാർജും ലൈക്ക് ചാർജസ് ആണെങ്കിൽ they are repelled each other, unlike charges ആണെങ്കിൽ attract each other അല്ലേ? അപ്പൊ in this concept ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സ്കൂൾ അന്തരീക്ഷം, ഒരു അറ്റ്മോസ്ഫിയർ ആലോചിക്കുക. അവിടെ നമ്മളുടെ പ്രിൻസിപ്പിള് ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. അവിടേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. നല്ല വടിയൊക്കെ പിടിച്ച് നല്ല വഴക്ക് പറയണ ലെവലിൽ അവിടെ നിൽക്കുകയാണ്. കുട്ടികൾ അവിടേക്കും ഇവിടേക്കൊക്കെ ഓടി ആ ഒരു സ്ഥലത്തേക്ക് പല സ്ഥലത്തുനിന്ന് വന്നാലും എന്ത് സംഭവിക്കും? തിരിച്ച് റിപ്പൽ ചെയ്ത് പോകും അല്ലേ? അവിടേക്ക് വരില്ല. അതായത് ആ പ്രിൻസിപ്പിൾ നിൽക്കുന്നത് ആരറിയുന്നുണ്ട്? ആര് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്? കുട്ടികൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തോ പറയുന്നതാണ് നമ്മുടെ സോഴ്സ് ചാർജ്. കേട്ടല്ലോ? അപ്പൊ ക്യൂ എന്ന് പറയുന്നത് ഒരു ചാർജ്, അതാണ് സോഴ്സ് ചാർജ്. ഈ ചാർജിന്റെ പ്രസൻസ് ഇവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ചാർജ് എങ്ങനെ ഇരിക്കണം? ഇത് എങ്ങനത്തെ ചാർജാണ്? സ്റ്റാറ്റിക് ചാർജാണ് കേട്ടോ. അപ്പൊ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മൂവ് ചെയ്യാൻ പാടില്ല. ഇത് അങ്ങനെ ഒരു പോയിന്റിൽ, ഇപ്പൊ ഞാൻ ഇവിടെ കൊണ്ടുവച്ചെങ്കിൽ, ഈ ബോർഡിൽ ഇവിടെ കൊണ്ടുവച്ചെങ്കിൽ അത് അവിടെ തന്നെ നിൽക്കണം, വേറെ ഒരു സ്ഥലത്തേക്ക് അത് പോകാൻ പാടില്ല. അപ്പൊ ഈ ഒരു പോയിന്റില് ഈ ചാർജ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇതിന് ചുറ്റും അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും, ഈ ചാർജിന്റെ പ്രസൻസ് ഉണ്ടാവും. അതെങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും? നമ്മൾ ഏതെങ്കിലും അത് ഉണ്ടോ, ഈ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ഒരു ചാർജിനെ, ആ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാർജ്, ആ ചാർജിനെ ഈ ചാർജിന്റെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ഇവര് തമ്മിൽ സെയിം ചാർജ് ആണെങ്കിൽ ഇവർ തമ്മിൽ എന്ത് സംഭവിക്കും? റിപ്പൽഡ് ഈച്ച് അതർ. അൺലൈക്ക് ആണെങ്കിൽ ഇവർ തമ്മിൽ എന്ത് സംഭവിക്കും? അട്രാക്ട് ഈച്ച് അതർ അല്ലേ? അപ്പൊ മനസ്സിലാക്കാം, ഈ ചാർജിനെ കൊണ്ടുവരുമ്പോൾ മനസ്സിലാക്കാം ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് അല്ലെ? ഇലക്ട്രിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതായത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എ സ്പേസ് അറൗണ്ട് എ ചാർജ് ക്യൂ, ക്യൂവിന് ചുറ്റുമുള്ള സ്പേസ് where any ടെസ്റ്റ് ചാർജ് ക്യാൻ എക്സ്പീരിയൻസ് എ ഫോഴ്സ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ഒരു കാര്യം, കണ്ടീഷൻ ഉണ്ട്. ഈ ചാർജ് ക്യൂ എന്ന് പറഞ്ഞ ചാർജ് ഈ ക്യൂവിന്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇതെങ്ങനെയാണ്? ഇത് സ്റ്റാറ്റിക് ആണ്, ഇതിന് മൂവ് ചെയ്യാൻ പാടില്ല. അതായത് ഫോഴ്സ് ഓഫ് റിപ്പൽഷനോ ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ ഒക്കെ കാരണം ഇത് ഇതിന്റെ മേലെയും ഫോഴ്സ് ഉണ്ടാക്കും, ഇത് ഇതിന്റെ മേലെയും ഫോഴ്സ് ഉണ്ടാക്കും. അപ്പൊ ഇതിന്റെ മേലെ ഇതുണ്ടാക്കുന്ന ഫോഴ്സ് കാരണം ഈ ചാർജ് ഈ ഒരു പോയിന്റിൽ നിന്നും മൂവ് ചെയ്യാൻ പാടില്ല എന്നൊരു കണ്ടീഷനും കൂടെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന ഇതിനെയാണ് നമ്മൾ ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്നത്, സോഴ്സ് ചാർജ്.
ഈ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ വാല്യൂ ഉള്ളതായിരിക്കണം. അതായത് ഇത് വരുമ്പോൾ ഇത് ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ ഫോഴ്സ് ഓഫ് റിപ്പൽഷനോ ക്യൂവിന്റെ മേലെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ക്യൂവിന് ഈ ഒരു പൊസിഷനിൽ നിന്നും ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. അത്രയും നെഗ്ലിജിബിൾ ചാർജാണ് നമ്മൾ ടെസ്റ്റ് ചാർജായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടല്ലോ. അപ്പൊ ആ ഒരു പോയിന്റ് ഓർക്കണം, വളരെ നെഗ്ലിജിബിൾ ആയിട്ട് യൂണിറ്റ് പോസിറ്റീവ് ചാർജാണ് നമ്മൾ എപ്പോഴും എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, ടെസ്റ്റ് ചാർജായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് തമ്മിൽ എന്തുണ്ട്, ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ 1/4πε0 q ബൈ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് r ആണെന്ന് വിചാരിക്കൂ. അപ്പൊ ഈ r² ഇതാണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ കേട്ടല്ലോ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, ഇത് വളരെ സ്മോൾ ആയിരിക്കണം അല്ലെ. അതായത് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് q = 1 കൂളൂംബ് ഓഫ് ചാർജ്, അത്രയും ചെറിയ ഒരു ചാർജ് ആയിരിക്കണം. q = a യൂണിറ്റ് ചാർജ് ആയിരിക്കണം. അതിന്റെ വാല്യൂ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ദ ഫോഴ്സ് എന്താ വരിക, 1/4πε0 q/r². and that force is known as electric field of that charge. അപ്പൊ ഇങ്ങനെ നമ്മൾ എടുക്കുന്ന ചാർജ്, ടെസ്റ്റ് ചാർജ് യൂണിറ്റ് ചാർജ് ആണെങ്കിൽ ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് by that charge is equal to the electric field of this charge. q is equal to apply ആയിരിക്കണം, the q is equal to the unit charge ആയിരിക്കണം, മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള ചാർജ് ആയിരിക്കണം കേട്ടല്ലോ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ, if we compare the equation with this equation with the first equation, we got the relation as E is equal to F by Q. E is equal to എന്താ വന്നത്, F by Q. One condition is the എന്താണ് കണ്ടീഷൻ, എന്താണ് ലിമിറ്റ് ഈ Q എന്ന് പറയുന്നത് it is approaches to 0, that is negligible value ആയിരിക്കണം, ഈ ചാർജ്, ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താ, ലിമിറ്റ് Q turns to 0 F. ഫോഴ്സ് എന്ന് പറയുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ് അല്ലേ. അപ്പൊ ഫോഴ്സ് എന്ന് പറയുന്ന വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് Q എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഏത് തരം ക്വാണ്ടിറ്റി ആണ്, വെക്ടർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് അതിന് യൂണിറ്റ് ഡിറൈവ് ചെയ്യാൻ പറ്റും ഇല്ലേ. എന്താ യൂണിറ്റ്, ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ, ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ചാർജിന്റെ യൂണിറ്റ് കുളൂംബ്. അപ്പൊ എന്താ വരുന്നത്, ന്യൂട്ടൺ കുളൂംബ് റേസ് ടു -1. മനസ്സിലായോ? അതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് ആയിട്ട് പറയണത് കേട്ടല്ലോ. ഇനി ഇവിടെ ഇതിന്റെ നമ്മൾക്കൊരു ഡയമെൻഷൻ എഴുതി കഴിഞ്ഞാൽ എന്താ വരിക നോക്കിയേ. ഡയമെൻഷൻ, ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ, ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ, ന്യൂട്ടൺസ് ലോ വെച്ചിട്ട് ഫോഴ്സിന്റെ ഇക്വേഷൻ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ma അല്ലേ. അപ്പൊ അത് എഴുതുവാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, m ആക്സിലറേഷന്റെ ആണെങ്കിൽ L(t⁻²) ഡിവൈഡഡ് ബൈ q. ചാർജിന്റെ ഇക്വേഷൻ എന്താ, ചാർജിന്റെ ഇക്വേഷൻ എന്താ വരുന്നത് നമുക്കറിയാം അല്ലെ. കറന്റ് ഈസ് ഈക്വൽ ടു q/t എന്നാണ് അല്ലെ. അപ്പൊ q is equal to I into t. ഐയുടെ a, tയുടെ t, at അല്ലെ, at. അപ്പൊ നമ്മളൊന്ന് കമ്പൈൻ ചെയ്ത് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്താ വരിക, m l, ഈ t മോളിലേക്ക് പോകുമ്പോൾ t⁻³ a⁻⁻1. ഇതാണ് നമ്മുടെ ഡയമെൻഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. മനസ്സിലായോ? ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് എന്താന്നൊക്കെ ഉള്ളത്. Electric field, it is the space around a charge where a test charge can experience a force. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഈ ഒരു ഇക്വേഷൻ നോക്കിയിട്ട് എന്തായിരിക്കും പറയാ, the direction of electric field is same as the direction of force. എങ്ങോട്ടാണോ ഫോഴ്സ് ഉണ്ടാവുക ആ ഡയറക്ഷനിൽ തന്നെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആയിട്ട് വരിക കേട്ടോ. മനസ്സിലായല്ലോ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ, നമ്മൾ ഇവിടെ വെക്കുന്നത് ഒരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ എങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടല്ലോ.
അപ്പൊ ഇവിടെ നോക്കിയേ, ഞാനൊരു പോസിറ്റീവ് ചാർജിനെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്, സോഴ്സ് ചാർജ് കേട്ടോ. അപ്പൊ അത് പോസിറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോക്കിയാൽ ഇങ്ങനെ ഒരു സൂര്യനെ പോലെ പുറത്തേക്കായിരിക്കും. നമ്മൾ അങ്ങനെയാണല്ലോ റേസ് ഒക്കെ വരയ്ക്കുക, പുറത്തേക്കല്ലേ, അതേപോലെയാണ് പോസിറ്റീവിന്റെ കേട്ടോ. പോസിറ്റീവിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇനി മൈനസ് ക്യൂവിന്റെ ആണെങ്കിലോ എങ്ങനെയിരിക്കും? അത് ഇതുപോലെ എനിക്കാണ് വരയ്ക്കുക, പക്ഷെ അതിന്റെ ആരോ മാർക്ക് നമ്മൾ തിരിച്ചാ വരയ്ക്കുക. ടുവേർഡ്സ് ദ ചാർജ് ആണ്, ചാർജിന്റെ അടുത്തേക്കാണ് കേട്ടോ, ടുവേർഡ്സ് ദ ചാർജ് ഇങ്ങനെയായിരിക്കും. ആരോ മാർക്ക് ഇതിന്റെ ഉള്ളിലേക്ക് വരും, ഇതെല്ലാം പുറത്തേക്ക് വരിക്കും. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് ഒരു പോസിറ്റീവ് ചാർജിന്റെയും അതുപോലെ നെഗറ്റീവ് ചാർജിന്റെയും ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയൊക്കെ ഞാൻ പറഞ്ഞു, നമ്മൾ കണ്ട ഇക്വേഷൻ എന്താ? ഈസ് ഈക്വൽ ടു 1/4πε0 Q by R സ്ക്വയർ അല്ലേ? അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ ഞാൻ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വെക്ടർ ആണ് അല്ലെ? ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആണ്. അപ്പൊ അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് എന്തിനെയാണ് ശരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ, നമ്മൾ രണ്ട് ഇക്വേഷനാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഈസ് ഈക്വൽ ടു F/Q എന്നുള്ള ഒരു ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ രണ്ട് ഇക്വേഷനിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ചാർജ് Q ആൻഡ് R, ദ പൊസിഷൻ വെക്ടർ R. മനസ്സിലായി? പൊസിഷൻ വെക്ടർ R എന്ന് പറഞ്ഞാൽ ആ ടെസ്റ്റ് ചാർജും സോഴ്സ് ചാർജും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് R എന്ന് പറയുന്നത്. അതിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു the square of the distance between the charges and directly proportional to the source charge. It does not depends on the test charge. ടെസ്റ്റ് ചാർജിന് ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഇതിനെ വേറൊരു രീതിയിൽ ഇലക്ട്രിക് ഫീൽഡ്, അപ്പൊ പൊസിഷൻ വെക്ടർ, അപ്പൊ ഇതിനെ നമുക്കൊരു വെക്ടർ എന്നുള്ള രീതിയിൽ എഴുതി കഴിഞ്ഞാൽ പൊസിഷൻ ഇവിടെ ഒരു ഡയറക്ഷൻ കാണിക്കണമല്ലോ. അപ്പൊ ആ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു യൂണിറ്റ് വെക്ടർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. നമുക്കറിയാം ഒരു യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് ഈക്വൽ ടു വെക്ടർ R ഡിവൈഡഡ് ബൈ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് R ആണെന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആയി? ഇറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 Q by R സ്ക്വയർ ഇൻറ്റു വെക്ടർ R ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് R. അപ്പൊ ഇത് രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് R ക്യൂബ്. ഫീൽഡിന്റെ വേറൊരു ഇക്വേഷൻ ആണ് ഇവിടെ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ എഴുതിയത് കേട്ടോ. ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഉണ്ട് ഇവിടെ, ലിമിറ്റ് Q ടേൺസ് ടു 0 F ഡിവൈഡഡ് ബൈ Q അല്ലെങ്കിൽ ഈക്വേഷൻ. ഇനി നമുക്ക് സിസ്റ്റം ഓഫ് ചാർജസ് ഉണ്ടെന്ന് വിചാരിക്കും, ഒരുപാട് ചാർജസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കണം? അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾക്ക് ഇലക്ട്രിക് ഫീൽഡ് സിസ്റ്റം ഓഫ് ചാർജസ് എന്താന്ന് നോക്കാം. അപ്പൊ ഒരുപാട് ചാർജ് ഞാൻ എടുക്കുകയാണ്, Q1 Q2 Q3 ഇങ്ങനെ Q4 കേട്ടോ. അപ്പൊ ഇവിടെ ഒരു പോയിന്റ്, എനി ആർബിട്രറി പോയിന്റ് ഓൺ ദ സ്പേസ് ഓ. അപ്പൊ ഇവിടുന്ന് Q1ൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് പൊസിഷൻ വെക്ടർ ഞാൻ എഴുതാണ് R1Q, അല്ലെങ്കിൽ വേണ്ട ഇവിടെ P എന്ന് എഴുതാം. അപ്പൊ എന്തെഴുതും? R1P കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് R2P പൊസിഷൻ വെക്ടർ കേട്ടോ. ഇവിടെ നിന്നുള്ളത് R3P, ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് R4P. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സിസ്റ്റം ഓഫ് ചാർജസ് ഓൺ ദിസ് പോയിന്റ്. അപ്പൊ എങ്ങനെ എഴുതും? ഇത് Q1 കാരണം ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ ഇങ്ങോട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഇതൊക്കെ എല്ലാം പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് E1 ഡയറക്റ്റഡ് ഔട്ട്വാർഡ്സ് കേട്ടോ, E1. ഇത് Q2 ആണെങ്കിൽ ഇങ്ങനെ E2 പുറത്തേക്ക് തന്നെ. Q3 ആണെങ്കിൽ നേരെ വരയ്ക്കുക E3. ഇതും ഇങ്ങനെ നേരെ പോകുമ്പോൾ നേരെ തന്നെ വരയ്ക്കണം കേട്ടോ, E4. സെപ്പറേറ്റ് ആയിട്ടൊന്ന് എഴുതി നോക്കാം. E1 എന്താണ്, E2 എന്താണ്, E3 എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പൊ E1 is equal to 1/4πε0
ഇതാണ് നമ്മളുടെ സോഴ്സ് ചാർജസ് കേട്ടോ. Q1 divided by R1P square and its unit vector R1P. അതുപോലെ തന്നെ E2 എന്താ വരിക? E2 is equal to 1 by 4 pi epsilon 0 Q2 R2P square R2P. അതുപോലെ തന്നെ E3 is equal to 1 by 4 pi epsilon 0 Q3 R3P square R3P unit vector. E4 1 by 4 pi epsilon 0 Q4 R4P square R4P unit vector. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ സം ചെയ്യും? E is equal to എന്താ വരിക? E1 ഇതെല്ലാം വെക്ടർ ആണ് കേട്ടോ. E1 plus E2 plus E3 plus E4. According to the superposition principle, electric field due to the system of charge is equal to, it is the vector sum of electric field due to individual charges. കേട്ടല്ലോ. അപ്പോൾ ഇതിന്റെ എല്ലാം വെക്ടർ സമ്മ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് സോൾവിങ് എങ്ങനെയാണെന്ന് നോക്കാം ഈ ഒരു സെക്ഷനിൽ. കേട്ടല്ലോ. ഞാനിവിടെ ഒരു പ്രോബ്ലം എഴുതി വെച്ചിരിക്കുകയാണ്. എന്താന്ന് നോക്കി. 2 positive point charges 50 microcoulomb and 2 microcoulomb are separated in a vacuum by a distance of 9 meter. Find the point on the line between the charges where the net electric field is 0. അതായത് രണ്ട് ചാർജസ് അല്ലേ, Q1 Q2, it is separated by a distance എത്രയാ? 9 മീറ്റർ ആണ്. Q1 എന്ന് പറയുന്നത് 50 മൈക്രോകൂളും ആൻഡ് ഇറ്റ് ഈസ് 2 മൈക്രോകൂളും. എന്താ പറഞ്ഞിരിക്കുന്നത്? എവിടെയോ ഒരു പോയിന്റ് അല്ലേ, അവിടെ the net electric field is 0. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആവുന്ന ഒരു പോയിന്റ് ഇവിടെ ഉണ്ടെന്ന്. Let us assume this point O എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് നമുക്ക് എടുക്കാം. അപ്പൊ ഇവിടെ ഈ ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് 0 എന്ന് പറഞ്ഞാൽ Q1 ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് E1 ആണെന്നും Q2 ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് E2 ആണെന്നും വിചാരിക്കും. അപ്പൊ എന്താ പറയേണ്ടത്? E1 ഈക്വൽ ടു E2 ആയിരിക്കണം. ആ ഒരു പോയിന്റിൽ എന്താണ്? E1 ഈക്വൽ ടു E2. അപ്പൊ E1 എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ഇക്വേഷൻ 1 by 4 pi epsilon 0 Q1 by ഇത് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് R1, ഇത് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് R2. R1 സ്ക്വയർ ഈക്വൽ ടു 1 by 4 pi epsilon 0 Q2 by R2 സ്ക്വയർ. അപ്പൊ ഇവിടെ ഇതെന്ത്, ഇത് ഇങ്ങനെ ഒരു റിലേഷൻ വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? E1 ഈക്വൽ ടു E2 എന്നുള്ള റിലേഷൻ എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക? ഈ രണ്ടും പോസിറ്റീവ് ചാർജസ് ആണ് അല്ലെ. Q1ഉം Q2 എന്ന് പറയുന്നത് രണ്ടും പോസിറ്റീവ് ചാർജസ് ആണ്. അപ്പൊ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് അതെന്താ സംഭവിക്കുക? റിപ്പൽഡ് ഈച്ച് അതർ ആണ്. അതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കുക? നേരത്തെ കാണിച്ചിരുന്നതാണ് അല്ലെ. ഈ ഒരു ഇവിടെയാണെങ്കിൽ ഇങ്ങനെ ഒരു ഡയറക്ഷൻ ആയിട്ടിരിക്കും, ഇവിടെയാണെങ്കിൽ ഇങ്ങനെ ഒരു ഡയറക്ഷൻ, രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിട്ടാണ് ഇരിക്കുക. അപ്പൊ അതിന്റെ E1 എന്ന് പറയുന്നത് ഇത് E1, ഇത് ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് E2. ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു എന്താ വരികയാണ്? ഒരെണ്ണം പോസിറ്റീവ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ മറ്റേത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അത് ഈക്വൽ ടു എന്താണ്? 0 ആണ്. അതിൽ നിന്നാണ് നമുക്ക് ഈ റിലേഷൻ കിട്ടിയത്, E1 ഈക്വൽ ടു E2 എന്നുള്ള റിലേഷൻ കിട്ടിയത്. കേട്ടല്ലോ. അപ്പൊ ഇവിടെ എന്താ വരിക? R1 സ്ക്വയർ ഡിവൈഡഡ് ബൈ R2 സ്ക്വയർ ഈക്വൽ ടു, ഇതിനങ്ങോട്ട് കൊണ്ടുപോയി, ഇനി നേരെ തിരിച്ച് ഇത് ഇങ്ങോട്ട് വരും. അപ്പൊ Q1 ബൈ Q2. എന്താ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്? 50യും സെയിം ചാർജ് ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ യൂണിറ്റുകൾ എഴുതണില്ല കേട്ടോ. മൈക്രോകൂളും എന്നുള്ള എഴുതണില്ല. 2 എന്ന് വരും, അപ്പൊ 25 എന്ന് വരും. അപ്പൊ ഈ ഒരു റിലേഷനിൽ നിന്ന് നമുക്ക് സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ R1 ബൈ R2 ഇസ് ഈക്വൽ ടു 5 എന്നായിരിക്കും കിട്ടുക. അപ്പൊ ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടി. അതുപോലെ തന്നെ വേറൊരു തന്നിട്ടുണ്ട്, R1 പ്ലസ് R2 എന്ന് പറയുന്നത് എത്രയാണ്? 9 തന്നിട്ടുണ്ട്. അപ്പൊ R1 പ്ലസ് R2 ഇസ് ഈക്വൽ ടു 9 എന്നും തന്നു. നമുക്ക് കിട്ടിയത് R1 ബൈ R2 ഇസ് ഈക്വൽ ടു 5 എന്നും കിട്ടി. അപ്പൊ ഈ ഒരു റിലേഷനിൽ നിന്നും R1 ഇസ് ഈക്വൽ ടു എന്താ വരിക? R1 ഇസ് ഈക്വൽ ടു
5r2 എന്ന് വരും അല്ലേ. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 5r2 പ്ലസ് r2 ഈക്വൽ ടു 9. അങ്ങനെ 6r2 ഈക്വൽ ടു 9. അപ്പൊ r2 എന്താ വരിക? 9/6. 9/6 എന്ന് പറഞ്ഞാൽ 3/2 അല്ലേ. 3/2 എന്ന് വരും. അപ്പൊ അങ്ങനെ നമുക്ക് 1.5 എന്നായിരിക്കും ആൻസർ കിട്ടുക. അപ്പൊ ഇത് 1.5 ആണെങ്കിൽ r1 എന്ന് പറയുന്നത് എന്താണ്? ഈ റിലേഷൻ വെച്ചിട്ട് r1 is equal to 9 minus 1.5 which is equal to 7.5 meter എന്നായിരിക്കും ആൻസർ കിട്ടുക. മനസ്സിലായല്ലോ? ഇനി അടുത്ത പ്രോബ്ലം എന്താന്ന് നോക്കാം. അപ്പൊ അടുത്ത പ്രോബ്ലം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇത് എങ്ങനെയാണെന്ന് നോക്കി. 2 point charges Q1 is equal to 3 microcoulomb, Q2 is equal to minus 3 microcoulomb are located 20 centimeter apart in a vacuum. What is the electric field at the midpoint of the line AB joining two charges? അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്ന് തന്നിട്ടില്ല. ആ മിഡ് പോയിന്റ്, ആ ലൈനിന്റെ മിഡ് പോയിന്റിൽ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് വരച്ച് നോക്കാം എങ്ങനെയാണ് എൻ്റെ ഫിഗർ ഇരിക്കണേന്ന്. കേട്ടല്ലോ. അപ്പൊ ഇത് Q2, ഇത് Q1, ഇതിന്റെ മിഡ് പോയിന്റ് ആണ് O എന്ന് പറഞ്ഞിട്ടുള്ള മിഡ് പോയിന്റ്. അപ്പൊ ഇങ്ങോട്ട് എത്രയായിരിക്കും സെന്റിമീറ്റർ? ടോട്ടൽ 20. അപ്പൊ ഇതിവിടെ 10 സെന്റിമീറ്റർ, ഇവിടെ 10 സെന്റിമീറ്റർ. കേട്ടല്ലോ. അപ്പൊ 10 എന്ന് വന്നു. ഇനി ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ആണ് ചോദിച്ചു. ഒരെണ്ണം നമുക്ക് പക്ഷെ തന്നിരിക്കണം. ഒരെണ്ണം ഇത് പോസിറ്റീവ് ചാർജും ഇത് നെഗറ്റീവ് ചാർജും ആണ്. പോസിറ്റീവ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡയറക്ഷൻ ഔട്ട്വാർഡ്സ്. അപ്പൊ ഇത് ഇങ്ങോട്ടാണ് പോണത്. ഇത് നെഗറ്റീവ് ചാർജിന്റെ എങ്ങോട്ടാണ് പോണത്? ഇൻവാർഡ് ആയിട്ടാണ് വരുന്നത്, ഉള്ളിലേക്കാണ് വരുന്നത്. അപ്പൊ ഇത് ഇങ്ങോട്ട് തന്നെ. അപ്പൊ നോക്കിയേ, ഒരേ ഡയറക്ഷൻ ആണ്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് E1ഉം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് E2 ആണെങ്കിൽ E1ന്റെയും E2ന്റെയും ഡയറക്ഷൻ എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പൊ ഈ ഒരു പോയിന്റിലത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് E1 പ്ലസ് E2 ആയിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കുക. E1 പ്ലസ് E2ന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കാരണം ഒരേ ഡയറക്ഷൻ ആണ് വന്നിരിക്കുന്നത്. നേരത്തെ കേസിലാണെങ്കിൽ രണ്ട് പോസിറ്റീവ് ചാർജ് ആയിരുന്നു. രണ്ടും പോസിറ്റീവ് ചാർജ് ആയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് വന്നത്. അതുകൊണ്ടാണ് നമ്മൾ E1 ഈക്വൽ ടു E2 എന്ന് പറഞ്ഞ് എഴുതിയത്. കേട്ടല്ലോ. അപ്പൊ ഇവിടെ ഇങ്ങനെ എഴുതി. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ വരാമെന്ന്. E1 is equal to എന്താ വരിക? E1 is equal to 1/4πε0 Q1 by ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് ഇത് A ഇത് B ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ AO സ്ക്വയർ. അതുപോലെ തന്നെ E2 is equal to 1/4πε0 Q2 by OB സ്ക്വയർ. നമുക്ക് വാല്യൂസ് കൊടുക്കാം. ഇതെന്താണ്? 9 × 10⁻⁹. Q1 എന്ന് പറയുന്നത് 3 × 10⁻⁻6 ഡിവൈഡഡ് ബൈ AO 10 സെന്റിമീറ്റർ. 10 സെന്റിമീറ്ററിനെ നമ്മൾക്ക് എന്താക്കണം? മീറ്റർ ആക്കണം അല്ലേ. അപ്പൊ 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 × 10⁻²² ഹോൾ സ്ക്വയർ ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? ഒരു എന്താ ഇതിന്റെ വാല്യൂ വരിക? ഇത് 27 അല്ലേ. 27 ഇൻറ്റു 10⁻². എത്ര പവേഴ്സ് ഉണ്ടെന്ന് നോക്കി. ഇവിടെ 9 ഉണ്ട്, ഇവിടെ -6 ഉണ്ട്. 9 - 6. ഇവിടെ ആണെങ്കിൽ ഇത് വരുമ്പോൾ 10⁻⁻1 വരും. അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10⁻²² വരും. അത് മുകളിലേക്ക് പോകുമ്പോൾ +2 എന്ന് വരും അല്ലേ. 7 × 10⁻11 - 6 അപ്പോൾ 5 എന്ന് വരും. അപ്പോൾ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുമ്പോൾ 2.7 × 10⁻6 ന്യൂട്ടൺ കൂളൂംബ് റേസ്ഡ് ടു -1. അപ്പോൾ E1 കിട്ടി. അതേപോലെ തന്നെ നമ്മൾ E2 കണ്ടുപിടിക്കുക. E2 is equal to ഇക്വേഷൻ ഇത് 9 × 10⁻9 ഇൻറ്റു Q2 എന്ന് പറയുന്നത് ഇവിടെ -3. അപ്പം നമ്മൾ 3 തന്നെ എഴുതണം. ഇൻറ്റു 10⁻6 ഡിവൈഡഡ് ബൈ സെയിം ഇക്വേഷൻ സെയിം വാല്യൂ അല്ലേ കിട്ടുക. 2.7 × 10⁻6 ന്യൂട്ടൺ കൂളൂംബ് റേസ്ഡ് ടു -1. അപ്പം ഇവിടെ എന്താ ചെയ്യേണ്ടത്? പ്ലസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. കേട്ടല്ലോ. അപ്പം പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടാം? ഈസ് ഈക്വൽ ടു 2.7 പ്ലസ് 2.7 ഇൻറ്റു 10⁻6 ന്യൂട്ടൺ കൂളൂംബ് റേസ്ഡ് ടു -1. അപ്പോൾ എത്ര കിട്ടണത്? 5.4 അല്ലേ. 5.4 × 10⁻6 ന്യൂട്ടൺ കൂളൂംബ് റേസ്ഡ് ടു -1. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഇത് ആഡ് ചെയ്തിരിക്കുകയാണ്. പ്ലസും മൈനസും ആണെങ്കിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഒരേ ചാർജ് ആണെങ്കിൽ അത് എന്തായാലും പോവും. അത് ചില സമയത്ത് ക്യാൻസൽ ചെയ്ത് പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പ്രസ് ദ ബെൽ ബട്ടൺ. ഓക്കെ, സീ ഓൺ അനദർ സെക്ഷൻ with another topic. Bye.